അതിർത്തിയിൽ വെയിലും മഞ്ഞും കൊണ്ട് നമ്മുടെ ജവാന്മാർ രാജ്യത്തിന് കാവൽ നിൽക്കുമ്പോൾ ഇവിടെ രാജ്യത്തിനുള്ളിൽ ഇരുന്ന് ശത്രു രാജ്യത്തിനു വേണ്ടി പണിയെടുക്കുന്ന ചില വിഷവിത്തുക്കളുണ്ട്. സ്വന്തം നാടിന്റെ സുരക്ഷയേക്കാൾ വലുത് ശത്രു രാജ്യം നീട്ടുന്ന എച്ചിൽ കാശാണെന്ന് കരുതുന്ന വഞ്ചകർ. നമ്മുടെ നാവികസേനയുടെ നീക്കങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ അത്തരമൊരു വമ്പൻ ചാരക്കണ്ണിയെയാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊക്കിയിരിക്കുന്നത്. കർണാടകയിൽ തുടങ്ങി കേരളത്തിലെ ഇടുക്കി വരെ നീളുന്ന ആ ഞെട്ടിക്കുന്ന ചാരക്കഥയാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ നാവികസേനയുടെ കരുത്താണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചു നൽകുന്ന കപ്പലുകൾ. ആ കപ്പലുകളുടെ അതീവ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിലെ 4ാമത്തെ പ്രധാന പ്രതി ആലിഫ് ഇസ്ലാം പിടിയിലായിരിക്കുകയാണ്. കർണാടകയിലെ ഉടുപ്പി പോലീസാണ് അതീവ വിദഗ്ധമായി ഇയാളെ കുടുക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഇയാൾ ഒളിച്ചു താമസിച്ചിരുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കിയിലെ മറയൂരിൽ. ഉടുപ്പിയിലെ മാൽപേ തുറമുഖത്ത് പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ യൂണിറ്റിൽ നിന്നാണ് ഇവർ വിവരങ്ങൾ ചോർത്തിയിരുന്നത്. നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഇത്. നമ്മുടെ നാവികസേന ഉപയോഗിക്കുന്ന കപ്പലുകളുടെ വിന്യാസം, അവയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, കപ്പലുകൾ എങ്ങോട്ട് നീങ്ങുന്നു എന്നതടക്കമുള്ള അതീവ പ്രാധാന്യമുള്ള വിവരങ്ങളാണ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പാകിസ്ഥാനിലെ ഹാൻഡിലർമാർക്ക് ഇവർ അയച്ചു കൊടുത്തിരുന്നത്. ഓർക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പാകിസ്ഥാൻ ചാര സംഘടനകൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഡിജിറ്റൽ യുദ്ധത്തിന്റെ ഭാഗമാണത്. ഫേസ്ബുക്കിലെ വ്യാജ അക്കൗണ്ടുകൾ വഴി സൗഹൃദം നടിച്ച് പണം വാഗ്ദാനം ചെയ്താണ് പാകിസ്ഥാൻ ഇവരെ വലയിലാക്കിയത്. കഴിഞ്ഞ 1.5 വർഷമായി ഇവർ ഈ ദേശവിരുദ്ധ പ്രവർത്തനം തുടരുകയായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനം, അതായത് 2025 നവംബറിലും ഡിസംബറിലുമായി ഗുജറാത്തിൽ നിന്നുള്ള ഹിരേന്ദ്രകുമാർ, UP-യിൽ നിന്നുള്ള രോഹിത്, സന്ത്രി എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ രോഹിത് എന്ന പ്രതി നേരത്തെ കേരളത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്തും ഇത്തരം വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിരുന്നു എന്നാണ് വിവരം. ഇവരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പരിശോധിച്ചപ്പോഴാണ് ഈ ചാര ശൃംഖലയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ ആലിഫ് ഇസ്ലാമിന്റെ അറസ്റ്റോടെ ഈ ശൃംഖലയിലെ വമ്പൻ സ്രാവുകളിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ നട്ടെല്ലാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശത്രുരാജ്യം അറിയുക എന്നാൽ അത് നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു പോലീസ് കേസ് എന്നതിലുപരി കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും ദേശീയ ഏജൻസികളും ഈ കേസ് ഏറ്റെടുക്കാനാണ് സാധ്യത. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക് പേജുകളും അഡ്മിന്മാരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരം നീക്കങ്ങളെ വേരോടെ പിഴുതെറിയാൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ അറസ്റ്റ്. ആലിഫ് ഇസ്ലാമിന്റെ പൗരത്വ രേഖകൾ പോലും സംശയനിഴലിലാണ്. ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ ശക്തികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഉടുപ്പി SP ഹരിറാം ശങ്കറിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇയാൾക്ക് നമ്മുടെ രാജ്യത്തിനകത്തു നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരക്കാരെ കൂടി പൊക്കേണ്ടതായിട്ടുണ്ട്. നാടിന്റെ ഉപ്പും ചോറും തിന്ന് ശത്രുവിന് വേണ്ടി പണിയെടുക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ നടപടി. സോഷ്യൽ മീഡിയയിലെ കെണികളിൽ വീണ് 4 കാശിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർ ഓർക്കുക, നമ്മുടെ സുരക്ഷാ സേനയുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദേശദ്രോഹിക്കും കഴിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.